മനുഷ്യർക്ക് ബന്ധപ്പെടാൻ, മനുഷ്യർക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉന്നതമായ മഹത്തായ ആള് ആരാണ്? നിങ്ങൾ ആരുടെ ആളാണ്? ഞാൻ മുഹിദ്ദീൻ ശൈഖിന്റെ ആളാണ്. നിങ്ങളോ? ഞാൻ ശ്രീരാമന്റെ ആണ്. നിങ്ങളോ? ഞാൻ യേശുവിന്റെ ആളാണ്. നിങ്ങളോ? ഞാൻ കാഞ്ഞിരമറ്റം പരീതൗലിയിലാണ്, ഗുരുവായൂരാണ്, വെളാങ്കണ്ണിയിലാണ്, കാടാമ്പുഴയിലാണ്, നാവൂറിലാണ്, അജ്മീറിൽ, ഏർവാടിയിൽ, പുത്തമ്പള്ളിയിൽ, മുനമ്പത്ത്, കൊണ്ടോട്ടിയിൽ, മമ്പറം, വെളിയങ്കോടാണ്, ഉള്ളാളത്താണ്, മംഗലാപുരത്താണ്, കാശിയിൽ, പഴനിയിൽ, അവിടെങ്ങളിലൊക്കെ ബന്ധപ്പെടുന്നു. അതാരാ അവിടെ? അവിടെയൊക്കെ ആരാണുള്ളത്? അവിടെയൊക്കെ വലിയവരായി അറിയപ്പെടുന്ന ആളുകളാണ്. അവരുടെ വലുപ്പം എന്താണ്? സമ്പത്താണോ? സൗന്ദര്യമാണോ? ആകാര സൗഷ്ഠവമാണോ? അവരുടെ സേവനങ്ങളാണോ? പലതുമാകാം. അവരൊക്കെ വ്യക്തികളാണ്. അവരൊക്കെ എന്തൊക്കെയോ ഉള്ളവരാണ്, അല്ലെങ്കിൽ ഉണ്ടെന്ന് കഥകളിലോ കെട്ടുകഥകളിലോ ചരിത്രത്തിലോ അറിയപ്പെടുന്നവരാണ്. ശരി, അവക്കുണ്ട്. എന്നാൽ അതൊക്കെ പരിധിയും പരിമിതിയുമുള്ള വെറും വ്യക്തികളാണ് എന്നത് വ്യക്തമാണ്. എത്ര വലിയ മഹത്വം ചാർത്തപ്പെട്ട ആളാണെങ്കിലും ചേർക്കപ്പെട്ട ആളാണെങ്കിലും ശരി, ജനന മരണങ്ങൾക്കിടയിലുള്ള വൃദ്ധിക്ഷയങ്ങള്, ഉണ്മകള്, ഇല്ലായ്മകള്, തളർച്ചകള്, വളർച്ചകള്, തകർച്ചകള്, ഉയർച്ച താഴ്ചകള് എല്ലാം ഉണ്ടാകുന്നു. ശ്വാസം കിട്ടാതെയാണ് അവരൊക്കെ മരിക്കുക. ശ്വാസം കിട്ടുമ്പോൾ മാത്രമേ ശ്വസിക്കാൻ കഴിയൂ. ഭക്ഷണം കഴിച്ചെങ്കിലേ തിന്നെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ശ്വസിക്കണമെങ്കിൽ വായുവും മൂക്കും ശ്വാസകോശവും വേണം. കഴിക്കണമെങ്കിലും കുടിക്കണമെങ്കിലും നടക്കണമെങ്കിലും ഇരിക്കണമെങ്കിലും ഒക്കെ ശരീരത്തിന്റെ അവയവങ്ങൾ വേണം. ഈ പരിമിതികൾക്കെല്ലാം വിധേയമായ ആളുകളെ മാത്രമേ അവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. എന്നാൽ വിശ്വാസിയുടെ ആള് ആരാണ്? വിശ്വാസിയുടെ ആള് ആരാണ്? സംശയമില്ല, പടച്ചവനാണ്. ആരുടെ പടച്ചവനാണ്? ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ബൗദ്ധന്റെയും ജൂതന്റെയും ജൈനന്റെയും ഈശ്വരവിശ്വാസിയുടെയും നിരീശ്വരവാദിയുടെയും എല്ലാം പടച്ചവനാണ്. ആ ഒരു ആളെ ബന്ധപ്പെടാൻ, ആ ആളുടെ ആളാകാൻ, ആ ആളെ അറിയാൻ കഴിയുക എന്നതിനേക്കാൾ വലിയ ഭാഗ്യം, അതിനേക്കാൾ വലിയ മഹത്വം, അതിനേക്കാൾ നല്ല പദവി, ഉയർച്ച, വളർച്ച വേറെ എന്തുണ്ട്?